ഫെബ്രുവരി മാസം ആദ്യം അവതരിപ്പിക്കുന്ന ഈ വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർധന പ്രഖ്യാപിക്കണമെന്ന് LDFിൽ നിന്നും സമ്മർദ്ദം ശക്തമായിരിക്കെ അതിനായി പണം കണ്ടെത്തുവാനുള്ള വഴികൾ തേടുകയാണ് ധനവകുപ്പ്. നിലവിൽ 1600 രൂപയാണ് ഇപ്പോൾ നൽകുന്ന പ്രതിമാസ പെൻഷൻ. ഇതാകട്ടെ കൃത്യമായി നൽകുവാൻ കഴിയുന്നില്ല. ഈ മാസത്തെ പെൻഷൻ കൂടി ചേർത്താൽ ഇപ്പോൾ തന്നെ 5 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. എന്നാൽ 1600 രൂപയിൽ നിന്നും 100 രൂപയെങ്കിലും ഉയർത്തണമെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന നിർദ്ദേശം. ക്ഷേമ പെൻഷൻ വിതരണത്തിനായി കുറച്ചെങ്കിലും പണം കണ്ടെത്തുന്നതിനായി പെട്രോൾ, ഡീസൽ എന്നിവയ്ക്കും മദ്യത്തിനും സെസ് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ധന സെസ്സിൽ നിന്നും ആകെ ലഭിച്ചത് 750 കോടി രൂപയാണ്. ഇത് ഒരു മാസത്തെ പെൻഷൻ നൽകുവാൻ പോലും തികയില്ല. 900 കോടി രൂപ വേണം ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് അവതരിപ്പിക്കുന്ന ബജറ്റായതിനാൽ ക്ഷേമ പെൻഷൻ കൂട്ടണമെന്ന ആവശ്യം CPMൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തകർ നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭിക്കുന്നില്ല എന്നതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഈ വിമർശനം നേരിടുവാൻ പെൻഷൻ വർധന കൊണ്ട് ഒരു പരിധിവരെ കഴിയുമെന്ന വിലയിരുത്തലുണ്ട്. 2021 ഒന്നാം പിണറായി സർക്കാർ അവതരിപ്പിച്ച അവസാന ബജറ്റിലാണ് ക്ഷേമ പെൻഷൻ 100 രൂപ കൂട്ടി ഇപ്പോഴത്തെ 1600 രൂപ ആക്കിയത്. നിലവിലെ ധനമന്ത്രി KN ബാലഗോപാൽ ഇതിനകം 3 ബജറ്റ് അവതരിപ്പിച്ചു. ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കും എന്നാണ് ഇടതു മുന്നണിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനമെങ്കിലും ഇതുവരെ 1 രൂപ പോലും കൂട്ടാനായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് അടുത്ത മാസം അവതരിപ്പിക്കുന്ന ബജറ്റിൽ പെൻഷൻ തുക വർദ്ധിപ്പിക്കുവാൻ ആവശ്യമുയർന്നിരിക്കുന്നത്. എന്നാൽ ഈ വർഷത്തേക്കാൾ വലിയ പ്രതിസന്ധിയാണ് അടുത്ത വർഷം സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അതിനാൽ പെൻഷൻ വർധനയും സർക്കാർ ജീവനക്കാർക്കും മറ്റുമുള്ള കുടിശ്ശിക വിതരണവും അടുത്ത വർഷവും നിറവേറ്റാൻ കഴിയില്ലെന്നാണ് ധനവകുപ്പ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ബജറ്റ് അവതരണം അടുക്കുമ്പോൾ മറിച്ചുള്ള രാഷ്ട്രീയ തീരുമാനമുണ്ടായില്ലെങ്കിൽ ഇത്തവണയും ക്ഷേമ പെൻഷൻ വർധന ഉണ്ടാകാനിടയില്ല. മുഖ്യമന്ത്രിയുടെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാണ്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും കിഫ്ബിയുടെയും മറ്റും വായ്പകൾ ഒഴിവാക്കി കിട്ടുന്ന തരത്തിൽ സുപ്രീം കോടതി വിധി ഉണ്ടായാൽ സർക്കാരിന് അടുത്ത വർഷം വലിയ പ്രതിസന്ധിയില്ലാതെ മുന്നോട്ടു പോകാനാകും. മറ്റന്നാളാണ് കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. അനുകൂല വിധിയുണ്ടായാൽ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ ഭാഗികമായ വിതരണവും ഉണ്ടാകും. അല്ലാത്ത പക്ഷം ജനുവരി മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപയുടെ വിതരണമുണ്ടാകുവാൻ മാത്രമാണ് സാധ്യത. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക.